കൊച്ചി നഗരത്തിൽ നിന്നും വെറും 10 കിലോമീറ്റർ മാത്രം യാത്ര ചെയ്ത് ഫോർട്ട് കൊച്ചിയിലെത്തിയാൽ അവിടെ ഇപ്പോഴും മനുഷ്യന്റെ പച്ചച്ചോരയുടെ ഗന്ധമുണ്ട്. ഒരു കടയിൽ കയറി യുവാവിനെ വെട്ടിക്കൊലപ്പെടുത്തിയ കാഴ്ചകൾ കണ്ടാൽ ചിലപ്പോൾ ഉറക്കം പോലും നഷ്ടപ്പെടാം. കഴിഞ്ഞ രാത്രിയിലാണ് ഫോർട്ട് കൊച്ചിയിൽ സെയിൽസ്മാനെ കടയിൽ കയറി കുത്തിക്കൊലപ്പെടുത്തിയത്. സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. നിരവധി ക്രിമിനൽ കേസിലടക്കം പ്രതിയായ അത്തിപ്പുഴ സ്വദേശി അലനാണ് പിടിയിലായത്. ലഹരിമുക്ത കേന്ദ്രത്തിലെത്തിച്ചതിന്റെ വൈരാഗ്യത്തിലാണ് അലൻ മൂലംകുടി സ്വദേശി ബിനോയ് സ്റ്റാൻലിയെ കൊലപ്പെടുത്താനുള്ള കാരണമെന്നാണ് സൂചന. ഫോർട്ട് കൊച്ചി ബീച്ച് റോഡ് സൗദി സ്കൂളിന് സമീപം മത്സ്യബന്ധന സാമഗ്രികൾ വിൽക്കുന്ന ഓർഷിപ്പ് എന്ന കടയിലെ സെയിൽസ്മാൻ മൂലംകുഴി സ്വദേശി ബിനോയ് സ്റ്റാൻലിയാണ് കൊല്ലപ്പെട്ടത്. കഴിഞ്ഞ ദിവസം രാത്രി 7:45ഓടെയാണ് അത്തിപ്പുഴ സ്വദേശി അലൻ ബിനോയിയെ കുത്തിവീഴ്ത്തിയത്. ബിനോയ് മരിച്ചെന്ന് ഉറപ്പുവരുന്നതുവരെ അലൻ ആക്രമിക്കുകയായിരുന്നു. ഇതെല്ലാം CCTV ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. 20 തവണയാണ് ബിനോയിയെ തുടർച്ചയായി കുത്തിയത്. കടയിൽ ഒരാൾ നിലത്ത് വീണ് കിടക്കുന്നത് കണ്ട് വഴിയാത്രക്കാരാണ് പോലീസിനെ അറിയിക്കുന്നത്. പോലീസ് എത്തി ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഈ സംഭവം നമ്മുടെ കൂട്ടുകാരൻ ഇവിടെ വന്ന് പറഞ്ഞപ്പോഴാണ് ഈ സംഭവം അറിയണത്. ആ ചെക്കൻ എന്നുള്ള മയക്കമരുന്ന് അടിമയാണ് ഈ സംഭവം നടത്തിയവർ. സുഭാഷ് ആണ് ഇതിനെ വിവരം അറിയിക്കുന്നത്. അവൻ നിരന്തരം പഞ്ചാബ് ഇതിലൊക്കെ പ്രതികളാണ് ഈ പറഞ്ഞ പ്രതി. അങ്ങനെയാണ് ഇവിടുത്തെ കാര്യം. അപ്പൊ ഇതിനാണ് എന്നോട് റിപ്പോർട്ട് എനിക്ക് വിളിച്ചു പറയുകയും ചെയ്ത് ഞങ്ങൾ ഇവിടെ വരികയും ചെയ്തു. മുൻവൈരാഗ്യമാണ് കൊലപാതകത്തിന് കാരണമെന്നാണ് പോലീസ് പറയുന്നത്. കൊല്ലണമെന്ന ഉദ്ദേശത്തോടെ കത്തി പിന്നിലൊളിപ്പിച്ചാണ് അലൻ കടയിലെത്തുന്നത്. ബിനോയുമായി സംസാരിക്കുന്നതിനിടെ പൊടുന്നനെ കത്തിയെടുത്ത് ആക്രമിക്കുകയായിരുന്നു. പ്രതി ലഹരിമരുന്ന് ഉപയോഗിക്കുന്ന ആളെന്നാണ് നാട്ടുകാർ നൽകുന്ന വിവരം. ബിനോയ് സ്റ്റാൻലിയും ഭാര്യയും ചേർന്ന് അലനെ ലഹരിമുക്തി കേന്ദ്രത്തിൽ എത്തിച്ചതിന്റെ വൈരാഗ്യമാണ് കൊലപാതകത്തിന് കാരണമെന്നാണ് വിലയിരുത്തൽ. പോലീസ് ശക്തമായിട്ട് ഇടപെടണമെന്ന് പറഞ്ഞു. പോലീസ് അനങ്ങണില്ലല്ലോ. അതിലിങ്ങനെ ഈ മയക്കുമരുന്നായിട്ട് ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. ഇവിടെ കണ്ടമാനം മയക്കുമരുന്നിന്റെ പിള്ളേരോട് ഉണ്ട്. സ്വയബോധത്തിലല്ല ഇത് ചെയ്യുന്നത്. പ്രദേശത്ത് ലഹരിമരുന്ന് സംഘങ്ങൾ വ്യാപകമാണെന്നും പോലീസ് വേണ്ട ഇടപെടലുകൾ നടത്തുന്നില്ലെന്നും പരാതിയുണ്ട്. കൊലയ്ക്ക് ശേഷം ഒളിവിൽ പോയ പ്രതിയെ തോപ്പുംപടി പോലീസാണ് അറസ്റ്റ് ചെയ്തത്. വീടിന് സമീപം പൂട്ടിക്കിടന്ന മറ്റൊരു വീട്ടിൽ കിടന്നുറങ്ങുകയായിരുന്നു എന്നാണ് ഇയാൾ പോലീസിനോട് പറഞ്ഞത്. പ്രതിയെ വിശദമായി ചോദ്യം ചെയ്ത് വരികയാണ്. ന്യൂസ് 18 കൊച്ചി.